പി ജയരാജൻ്റെ ഇന്നലത്തെ ഒരു പ്രസ്താവനയുണ്ട്. ഞാൻ പൊളിറ്റിക്കൽ സ്റ്റേറ്റഡ് ചോദിക്കുക. കാര്യം താങ്കളടക്കമുള്ളവരെ അത് ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ്. കാരണം തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ BJP സ്ഥാനാർത്ഥികൾ നല്ലതാണ് എന്ന് പി ജയരാജൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. CPM സെക്രട്ടറി അതിന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീടാണ് എന്തുകൊണ്ടാണ് പി ജയരാജൻ അങ്ങനെ പറഞ്ഞത് എന്ന ആലോചനകൾ ഉണ്ടാകുന്നതും അദ്ദേഹം വൈദേകം റിസോർട്ടും നിരാമയൻ റിസോർട്ടും ഇവിടുത്തെ NDA സ്ഥാനാർത്ഥിയുടെ ഡയറക്ടർഷിപ്പ് ഭാര്യയുടെ ഡയറക്ടർഷിപ്പിലുള്ള ഒരു സ്ഥാപനവുമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊരു ബിസിനസ് ബന്ധമുണ്ട്. ആ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ? അല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഓരോ വാക്കും ശ്രദ്ധിച്ചിട്ടേ പറഞ്ഞോളൂ. അത് പിന്നെ ജയരാജന് ഏത് രീതിയിൽ അത് പറഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് എങ്ങനെ പറഞ്ഞാലും തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി നല്ലതാണ്, അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികളും നല്ലതാണെന്ന് പറഞ്ഞാൽ പോലെ ശശി തരൂരിൻ്റെ മോശമാണ്. അല്ല, അതല്ല, അതൊക്കെ ഒരു വല്ല ചോദ്യത്തിനിടയിൽ വല്ലതും പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ അത് സാന്ദർഭികമായിട്ട് പറഞ്ഞായിരിക്കും. അതൊന്നും അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ എല്ലാവരെ കുറിച്ച് ഞാനിപ്പോൾ എല്ലാവരും നല്ല ആളെന്ന് പറയും. പക്ഷെ അത് എല്ലാവരും നല്ലതാണെന്ന് പറയുന്നത് ചില ഇടങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ നല്ലതാണ്. അവിടെ മത്സരം LDFും BJPയും തമ്മിലാണെന്ന് പറഞ്ഞാൽ മാറി. അവിടെ അല്ല, അതെന്താ ഇന്നലെ ആരോ എന്നോട് ചോദിച്ചു, അത് യാഥാർത്ഥ്യമായി പൊരുത്തമില്ലാത്ത. ഞാനിപ്പോൾ പറയാം, ഒരു കാര്യം പറയാം. ഈ തിരുവനന്തപുരത്ത് BJP ശക്തമാണെന്ന് പറയുന്നില്ലേ, അതിൻ്റെ ഒരു ഉദാഹരണം ഞാനിപ്പോൾ പറയാം. അടുത്ത് നടന്നൊരു തെരഞ്ഞെടുപ്പ് ഇവിടെ കോർപ്പറേഷൻ BJP 25 വർഷക്കാലം കൈവശം വെച്ച സീറ്റാണ് ഇടതുപക്ഷം പിടിച്ചെടുത്തത്, പൂ പോലെ പിടിച്ചെടുത്ത്. അവിടെ ഒറ്റശേഖരമംഗലം പഞ്ചായത്തിൽ ഇതേ മണ്ഡലത്തിൽ പെട്ടതാ. അവിടെയും BJP 20 വർഷമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ഒരു സീറ്റ് പിടിച്ചെടുത്ത്. അത് ചെറിയ സൂചനയല്ല. BJP ഇവിടുത്തെ ബേസ് എന്താണെന്നുള്ളതിനെ പറ്റി എനിക്ക് നല്ലോണം അറിയാം. BJPയുടെ ബന്ധത്തെക്കുറിച്ച് അറിയാം, എനിക്ക് എല്ലാവരെയും അറിയാവുന്നതല്ലേ. അപ്പം ഇവിടെ BJP ഒരു വലിയ സംഘമാണ്. BJP ആണ് 2ാം സ്ഥാനത്ത്. നോ, ഇവിടെ മത്സരം നടക്കുന്നത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ, ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് LDF കൺവീനർ അടക്കമുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ ജാഗ്രത പുലർത്തേണ്ടത് ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ, നമ്പർ 1. നമ്പർ 2, അങ്ങ് പറയുന്നത് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്തതാണ്, വസ്തുതകൾക്ക് അല്ല. വസ്തുതകളാണ് ഞാൻ പറയുന്നത്. ഞാൻ വസ്തുതകളാണ് പറഞ്ഞത്. ഇത് പറയുമ്പോൾ ഈ കണക്ക് ശാസ്ത്രം പറയുമ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ കണക്ക് മാത്രം എടുത്തു പോകരുത്. അസംബ്ലിയിലും കൂടെ പറയണം. അതിനുശേഷം അസംബ്ലി ഉണ്ട്. 7 അസംബ്ലിയിൽ 6 അസംബ്ലിയും നമ്മളെ ജയിച്ചിരിക്കുന്ന ഇടതുപക്ഷം. മാത്രമല്ല, ഈ പറഞ്ഞ 2 പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളും. അത് മാത്രമല്ല, നിങ്ങൾ BJP എന്ന് പറയുന്ന പാർട്ടിയോട് ജനങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന പ്രണയം ഇപ്പോൾ അതുപോലുണ്ടോ? ഇല്ല. ആ അടുപ്പം അകലുവാണ്. കാരണം അനുഭവമാണ്. ആ അനുഭവം ഗ്യാരണ്ടി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞാൽ ഗ്യാരണ്ടി ഇവിടെ എന്താണെന്നറിയാം. ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ഗ്യാരണ്ടി എല്ലാവർക്കും അറിയാലോ. ആരുടെ കയ്യിലെ ഇപ്പം? മോദീൻ്റെ കയ്യിൽ. അതിൻ്റെ ഗ്യാരണ്ടി എന്താ എല്ലാവർക്കും അറിയില്ലേ? നമ്മുടെ കേരളത്തിൽ ഇവിടെ ഇല്ലാതെ യൂസേഴ്സ് ഫീസ് ഇവിടെ വാങ്ങി. ഗ്യാരണ്ടി അത്. ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യൻ ഇതെല്ലാം കാണുന്നില്ലേ?